ഗണപതി, ലക്ഷ്മി ദേവി, ബ്രഹ്മാവ് എന്നിവരെ താമരയിലിരിക്കുന്ന രീതിയിലാണ് സാധാരണ ചുമർ ചിത്രങ്ങളിൽ വരയ്ക്കാറുള്ളത്. കേരള ചുമർ ചിത്രങ്ങളിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് താമര. ദേവീ ദേവന്മാരുടെ കരങ്ങളിൽ കാണപ്പെടുന്ന താമരകൾ മൊട്ടിന്റെ രൂപത്തിലും പാതി വിരിഞ്ഞ രൂപത്തിലുമായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു താമരയുടെ ബേസിക് ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. മിക്ക ദേവതകളുടെയും കൈകളിൽ താമര കാണാൻ സാധിക്കും. വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും താമരയെ വരയ്ക്കാറുണ്ട്. ഇവിടെ വരയ്ക്കുന്നത് പൂർണ്ണമായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയെയാണ്. താമര വരയ്ക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അളവ് തന്നെയാണ്. ഓരോ ഇതളുകളുടെ നീളവും കൃത്യമായിരിക്കണം. കേരളീയ പരമ്പരാഗത മ്യൂറൽ പെയിന്റിങ്ങിൽ വരയ്ക്കുന്ന എല്ലാ പുഷ്പങ്ങളും 2 ഡയമെൻഷൻ രീതിയിലാണ് വരയ്ക്കാറ്. പ്രകൃതിയിലുള്ള വസ്തുക്കളെ അതുപോലെ തന്നെ പകർത്തുന്നതിനു പകരം കലാകാരൻ അവന്റെ മനോധർമ്മം അനുസരിച്ച് അതിനെ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ചുമർ ചിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട് ശീലിച്ചതിനപ്പുറം ചുമർ ചിത്രകാരന്മാരായ ആചാര്യന്മാരുടെ സ്വതന്ത്രമായ ഒരു ആവിഷ്കാരമായിട്ടാണ് ഇതിനെ കാണേണ്ടത്.